ഒരു പരുന്ത് പ്രാവൻകൂട്ടത്തെ കണ്ട് മോഹിച്ചു. ചിറകടിച്ച് താഴെ എത്തുമ്പോഴേക്കും അവയെല്ലാം കൃഷിക്കാരൻ്റെ വീട്ടിലെ മേൽക്കൂരയിൽ കയറി രക്ഷപ്പെട്ടു കഴിഞ്ഞു. പരുന്തിന് വല്ലാത്ത നിരാശയുണ്ടായി. എങ്കിലും അടുത്ത ദിവസം വീണ്ടും ശ്രമിച്ചു. അന്നും പരുന്തിൻ്റെ ശ്രമവും പ്രാവുകളുടെ രക്ഷപ്പെടലും നടന്നു. തൻ്റെ നിഴൽ കാണുന്നതിനാലാകാം പ്രാവുകൾക്ക് ഇത്ര വേഗം രക്ഷപ്പെടാൻ കഴിയുന്നതെന്ന് പരുന്ത് സംശയിച്ചു. അതിന് പോംവഴിയും കണ്ടു. മേഘാവൃതമായ ദിവസം തൻ്റെ നിഴൽ താഴെ പതിയാനിടയില്ല. ആ തക്കം നോക്കി പ്രാവുകളെ പിടിക്കാമെന്ന് കരുതി. പക്ഷേ അപ്പോഴും പ്രാവുകളെല്ലാം എങ്ങനെയോ രക്ഷപ്പെട്ടു. പരുന്ത് പിന്നെയും പോംവഴികൾ ആലോചിച്ചു. ഒടുവിൽ ഉണങ്ങിയ ഒരു മരക്കൊമ്പിൽ നിരുപദ്രവിയായ മാന്യനെ പോലെ പരുന്ത് ഇരുന്നു. ആ വഴിയാണ് പ്രാവുകൾ എന്നും മടങ്ങുക. അന്ന് പ്രാവുകളെ കണ്ടപ്പോൾ പരുന്ത് ഇങ്ങനെ ചോദിച്ചു: സുഹൃത്തുക്കളെ, നിങ്ങൾ എന്തിനാണ് എന്നും ഇങ്ങനെ ഭയപ്പെട്ട് കഴിയുന്നത്? ഞാനും പക്ഷികുലത്തിൽപ്പെട്ടവനല്ലേ. എന്നെ നിങ്ങളുടെ രാജാവാക്കി അംഗീകരിക്കുന്ന പക്ഷം അതിൻ്റെ ഗുണം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ഉയരെ ആകാശത്തിൽ വട്ടമിട്ട് പറന്നുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ആപത്തും ഉണ്ടാകാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കും. പിന്നെ നിങ്ങൾക്കൊരിക്കലും പേടിക്കേണ്ട. വിഡ്ഢികളായ പ്രാവുകൾ പരുന്തിൻ്റെ നിർദ്ദേശം സ്വീകരിക്കുകയും പരുന്തിനെ തങ്ങളുടെ രാജാവായി വാഴിക്കുകയും ചെയ്തു. താമസിയാതെ പുതിയ രാജാവിൻ്റെ നയപ്രഖ്യാപനം ഉണ്ടായി. ദിവസവും കാലത്തും വൈകിട്ടും ഓരോ പ്രാവ് വീതം തൻ്റെ ഭക്ഷണത്തിനായി ഹാജരാകണം. ഒരു ഏകാധിപതിക്ക് സ്വയം സമർപ്പിക്കുന്ന ജനം ഏത് തരത്തിലുള്ള വിധിയെയും ഏറ്റുവാങ്ങാൻ പാകത്തിൽ അടിമപ്പെട്ടു പോകുന്നു എന്ന് സാരം.